നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളായി കേരളം മൊത്തത്തിൽ കലുഷിതമാണ്. CPM-ന്റെ നേതൃത്വത്തിൽ, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവകേരള സദസ് എന്ന ഒരു ജനസമ്പർക്ക യാത്ര എന്ന പേരിൽ ഒരു നവകേരള ധൂർത്ത് നടക്കുന്നു. അതിന്റെ തുടക്കത്തിൽ അവർ വലിയൊരു ആശയം പറഞ്ഞിരുന്നു, ജനങ്ങളുമായുള്ള സമ്പർക്കമാണ് ഉണ്ടാകുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും ഇല്ല എന്നും അത് വെറും പ്രഹസനമാണ് എന്ന് അറിഞ്ഞു തുടങ്ങിയതോടുകൂടി ഇതൊരു സർക്കാരിന് ചെലവിലുള്ള ഒരു പാർട്ടി പ്രചരണ പരിപാടിയാണ് എന്ന് അറിഞ്ഞതോടുകൂടി യൂത്ത് കോൺഗ്രസ്സുകാർ ഹാലിളകി. അവർ ഹാലിളകി പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചപ്പോൾ ഇവിടെ CPM-ന്റെ അണികൾ അഥവാ നവകേരള സദസ്സിന്റെ കാവലാളുകളായിട്ടുള്ള കുറച്ചുപേർ ഈ പ്രതിഷേധക്കാരുടെ തലയടിച്ചു പൊട്ടിക്കാനും അവരെ കൈയും കാലും തല്ലി ഒടിക്കാനും ഒക്കെ ഇറങ്ങി. അതിനെ ഒരു ജീവരക്ഷാ പ്രവർത്തനം എന്നാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. അങ്ങനെ നവകേരള സദസ്സിൽ ഉടനീളം ഓരോ സ്ഥലത്തും പ്രതിഷേധങ്ങളും അടിയും ബഹളവുമായിട്ട് പോലീസും ഈ അണികളും കൂടെ ചേർന്നിട്ട് മറ്റുള്ളവരെ പ്രതിഷേധക്കാരെ തല്ലി ഒതുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരു വശത്ത്. പിന്നീട് നടക്കുന്നത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമാണ്. SFI വളരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നു. ഗവർണർ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചാടി വീഴുന്നു, കരിങ്കൊടി കാണിക്കുന്നു, വാഹനത്തിലടിക്കുന്നു, വാഹനം കേടുവരുത്തുന്നു. ഒരു ഭരണഘടനാ സംവിധാനത്തെ ഈ വിധത്തിൽ തടയിട്ട് കഴിഞ്ഞാൽ വകുപ്പ് മാറുമെന്നും ശിക്ഷ കിട്ടുമെന്നും അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ, ഈ അക്രമ പ്രവർത്തനങ്ങൾ, ആ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ, പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തൽ ഇതൊക്കെ നടത്തുന്നത്? അതായത് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം അത്ര ഒരു സുരക്ഷിതമായ പാലത്തിലൂടെ അല്ല പോകുന്നത്. ഒന്ന്, സാമ്പത്തികമില്ല, സാമ്പത്തികമായി വളരെ പിടുത്തമിട്ട് നിൽക്കുകയാണ്. അതിന്റെ കൂടെ ഭരണസ്ഥിരതയ്ക്ക് ആവശ്യമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, മറ്റു മേഖലകളിൽ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ യാതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഖജനാവിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഇപ്പോ ഒരു ആശ്വാസം എന്ന നിലയിൽ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ, അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു 2000 കോടി രൂപ തൽക്കാലമായിട്ട് വീണ്ടും അധികമായി കടം കൊടുത്തു കേന്ദ്രം. ആ ഒരു ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ ഇത്രയധികം അക്രമാസക്തരാകുന്നത്, അല്ലെങ്കിൽ തെരുവിനെ ഇത്രയധികം അക്രമാസക്തമാക്കുന്നത്? പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 7, 7.5, 8 വർഷത്തോളമായി പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 2 ഘട്ടങ്ങളായി. അതിൽ 2 കൊല്ലം, രണ്ടാമത്തെ ഘട്ടത്തിൽ 2 കൊല്ലം ഇനി ബാക്കിയുണ്ട്. ഈ 2 കൊല്ലം മുന്നോട്ട് പോകാൻ ഒരു മാർഗവുമില്ല. സാമ്പത്തികമില്ലാത്തതാണ് പ്രശ്നം. സാമ്പത്തികമില്ലാത്തത് കൊണ്ട് ഒരു അടി വെക്കാൻ കഴിയാത്ത വളരെ വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെ ഭരണം നടക്കുന്നത്. അതായത് പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഭരണപരമായി ഒരടി ചലിക്കാൻ ഇനി കഴിയില്ല. പക്ഷെ 5 കൊല്ലം തികച്ച് ഇവിടെ ഭരിച്ച് നമ്മുടെ കേരളത്തെ സ്വർഗീയ സുന്ദരമാക്കും എന്ന വാഗ്ദാനം കൊടുത്തിട്ടാണ് രണ്ടാമതും ഇവിടെ അധികാരത്തിൽ വരുന്നത്. സ്വാഭാവികമായും 3 കൊല്ലം കഴിയുമ്പോൾ ഇത്ര വലിയ ഭരണപരാജയം ഉണ്ടാകുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാവും ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. സ്വാഭാവികമാണല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാനം മുഴുവൻ അക്രമമാണ്, ബഹളമാണ്. ഈ ഇടതുപക്ഷ സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് ഇവിടെ ആകെ ദുരന്തമാക്കാൻ പോവാണ് എന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കണം. അതായത് അവർ മോശമാണ്, സ്വയം മോശമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കേന്ദ്രത്തെ കൊണ്ട് ഇവിടെ കേന്ദ്ര ഭരണമോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണമോ ഒക്കെ ഒന്ന് വരുത്തണം. അതാണ് പ്രാഥമികമായി നോക്കിയത്. പക്ഷെ അത് ചീറ്റിപ്പോയി. അത് ചീറ്റിപ്പോയപ്പോൾ പിന്നെ ഗവർണർ മണ്ടയിൽ കയറാമെന്നായി. ഗവർണർ മണ്ടയിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് സാമ്പത്തികം ഇല്ല എന്ന് ചീഫ് സെക്രട്ടറി മറുപടി കൊടുത്തായിട്ട് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വരും. അതുപോലെ തന്നെ ഈ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടോ അല്ലെങ്കിൽ പാവ ഗവൺമെന്റ് ആക്കിയിട്ടോ രാഷ്ട്രപതി ഭരണമാക്കുകയും മറ്റോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ തുടർന്ന് ഒരു 6 മാസം നമ്മുടെ സർക്കാരിന് സമയം കിട്ടും. പക്ഷെ ഇതിനിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, നിലവിൽ ഈ സർക്കാർ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ശമ്പള സ്കെയിലിൽ ഈ കൊടുക്കുന്നത് ഭീമമായ ശമ്പളമാണെന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും പിണറായി വിജയൻ സർക്കാരിന് അറിയാം. ഉദ്യോഗസ്ഥ പ്രീണനം കൊണ്ട് വീണ്ടും വീണ്ടും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് പോകുകയായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത്. പക്ഷേ ഈ ശമ്പളം കൊടുത്തു പോകാൻ കഴിയില്ല. ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ ഭരണം ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും ശമ്പളം കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ ഭീമമായ ശമ്പളമാണ് കേരളത്തിലുള്ളത്. അത് ഒരു മിതപ്പെടുത്തും. മാത്രമല്ല ഇവിടെ അധികമായി ഒരുപാട് തസ്തികകളുണ്ട്, ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, വെറുതെ ശമ്പളം വാങ്ങുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് PSC. പരമാവധി 4 പേർ വേണ്ടിടത്ത് 21 പേർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മേഖലകൾ. KSEBക്ക് പ്രധാനമായിട്ട് യൂണിയൻകാർ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങണം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ പുറത്തു പോകേണ്ടി വരും. അത് പിണറായി സർക്കാരായിട്ട് അവരെയൊക്കെ പുറത്താക്കിയാൽ, ശമ്പളം കുറച്ചു കഴിഞ്ഞാൽ പിന്നെ CPM എന്നൊരു പാർട്ടി അല്ലെങ്കിൽ LDF എന്നൊരു പാർട്ടി കേരളം സ്വപ്നം കാണേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു കലാപം ഉണ്ടാക്കി, കലഹമുണ്ടാക്കി
എങ്ങനെയെങ്കിലും കേന്ദ്രം ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന സർക്കാരിനെ പുറത്താക്കിയാൽ അടുത്ത 6 മാസം കൊണ്ട് പുതിയ ഇലക്ഷൻ വരും. അപ്പോൾ KSRTCയിലെയും KSEBിലെയും പെൻഷനും അതുപോലെ ശമ്പള കുടിശ്ശികയെല്ലാം കേന്ദ്രം ഏറ്റെടുത്തോളും. കേരളത്തിന്റെ എല്ലാ കടങ്ങളും കേന്ദ്രത്തിന്റെ അണ്ടറിലായി കേന്ദ്രം അത് കൈകാര്യം ചെയ്യാൻ നോക്കും. കാരണം ഭരണം ഇല്ലാതാക്കിയത് കേന്ദ്രമാണല്ലോ. അപ്പോൾ അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടതും കേന്ദ്രമാണ് എന്ന് വരും. ആ ബാധ്യത മുഴുവൻ ഏറ്റെടുത്ത് അത് വീട്ടി ഒടുക്കേണ്ട, അതായത് ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ വരും. CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണം കയ്യിലില്ലെങ്കിൽ, പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയ ഒരു പാർട്ടിയാണ്. കേന്ദ്രം ഇവിടെ കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ശമ്പള കുടിശ്ശിക തീർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ബാധ്യതകൾ തീർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പെൻഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരെ ഇവിടെ ആരാണോ ഭരിക്കുന്നത് അവർക്കെതിരെ ചൂട്ടും പിടിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രക്ഷോഭം CPM നടത്തും. വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും അതുപോലെ ക്ഷേമ പെൻഷനുകളും എല്ലാം കൊടുക്കാൻ വേണ്ടി തെരുവിലിറങ്ങി യുദ്ധം തന്നെ നടത്തും. ഇവിടെ നെൽകൃഷിക്കാർക്ക് കൊടുക്കാനുള്ള തുക, മറ്റ് മേഖലയിൽ കാർഷിക മേഖലയിൽ കൊടുക്കാനുള്ള മറ്റ് തുകകൾ, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇവിടെ റോഡ് നിർമ്മാണം, മറ്റ് പാലം നിർമ്മാണം, ഇതിനൊക്കെ കൊടുക്കാനുള്ള തുകകൾ ഇതെല്ലാം കേന്ദ്രം കൊടുത്ത് തീർക്കേണ്ടി വരും. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ പ്രക്ഷോഭം CPM നടത്തും. അങ്ങനെ 6 മാസത്തിന് ശേഷം പുതിയ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം എന്ന് സ്ഥാപിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയായി ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ പറ്റും. ഏകദേശമുള്ള ബാധ്യതകളൊക്കെ തീർത്ത് ഖജനാവിലൊക്കെ കുറച്ച് പൈസ ഇട്ടേക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു അവസരം കിട്ടും. മാത്രമല്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ളതെല്ലാം കേന്ദ്രം ഒതുക്കിയിട്ടുണ്ടാവും. പിന്നെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം കുറെ കാലം. അതിനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ ഈ അക്രമങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗവർണറെ പ്രകോപിപ്പിച്ച് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കേസുകളും വഴക്കുകളും ഉണ്ടാക്കുക, ഇവിടെ സമാധാന അന്തരീക്ഷം ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കുക, അതൊക്കെ അതിന്റെ മുന്നോടിയാണ്. ഈ SFIക്കാരെ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടിയാണ്. അതായത് വെറുതെ നടത്തുന്ന ഒരു അക്രമമോ മറ്റു കാര്യങ്ങളോ സമരങ്ങളോ അല്ല ഇത്. വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു പ്ലാനിങ്ങോട് നടത്തുന്ന ഒരു പദ്ധതിയാണിത്. അല്ലെങ്കിൽ നവകേരള സദസ്സ് എന്ന ഒരു പദ്ധതി തുടങ്ങുമ്പോൾ, ഒരു പരിപാടി തുടങ്ങുമ്പോൾ കണ്ണൂർ മുതൽ അക്രമം തുടങ്ങും. എവിടെയാ അക്രമം ഇല്ലാത്തത്? ഇത്ര ഒരു വിഷയം വന്നാൽ എവിടെ നിന്നെങ്കിലും ഒന്ന് കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തി പോയാൽ പോരെ? പാർട്ടി അണികൾ ഇറങ്ങി അവരെ അടിക്കുന്നത് എന്തിനാണ്? പോലീസ് നോക്കി നിൽക്കവേ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളികളും അടിക്കും. അങ്ങനെ അടിയും രണ്ടുപേരുടെ തലതല്ലി പൊളിയും. ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകുന്ന ഒരു സംസ്ഥാനമായി, അശാന്തിയുടെ വിളനിലമായി മാറും. സ്വാഭാവികമായും കേന്ദ്രത്തിന് നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു കളിയാണ്. ഏതായാലും ക്ലൈമാക്സ് അതിന്റെ ആവേശകരമായ നീക്കത്തിലേക്കാണ് പോകുന്നത്. കേരള സർക്കാരിന്റെ ഈ കളി കേന്ദ്രത്തിന് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അധികമായി വീണ്ടും ഒരു 2000 കോടി ഇങ്ങോട്ട് കൊടുത്തത്. അത് സത്യത്തിൽ വേണ്ടായിരുന്നു എന്ന് പിണറായി സർക്കാർ ഒരുപക്ഷെ കരുതുന്നുണ്ടാവും. കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോഴും മുഴുവനും വാങ്ങിയെടുത്തിട്ടാണ് ഇത് പറയുന്നത്, മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ എന്നിട്ടും ഓവറായി ഇപ്പോൾ 2000 കൊടുക്കുമെന്ന് തീരെ കരുതിയിരുന്നില്ല. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ നീക്കം അനുസരിച്ചിരിക്കും ഇനി കേരളത്തിന്റെ കാര്യങ്ങളുടെ പോക്ക്.